ഹരിച്ചേട്ടാ, ലോകത്തിൻ്റെ സാമ്പത്തിക വളർച്ചാ നിരക്ക് ആ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. UN ആ റിപ്പോർട്ട് പുറത്തു വിട്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് അതിൻ്റെ വിശദാംശങ്ങൾ? ഇന്ത്യയുടെ വളർച്ച എങ്ങനെയായിരിക്കും? നമുക്ക് വളർച്ചയാണോ ഉണ്ടാകുന്നത് അതോ തളർച്ചയാണോ? എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? ശരിയാണ്. വേൾഡ് ഇക്കണോമിക് സിറ്റുവേഷൻ ആൻഡ് പ്രോസ്പെക്ട്സ് എന്ന ലോകത്തിലെ 2025-26 സാമ്പത്തിക പെർഫോമൻസ്, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളുടെ വളർച്ചയെക്കുറിച്ചുള്ള റിപ്പോർട്ട് ഐക്യരാഷ്ട്രസഭ 2 ദിവസം മുമ്പ് റിലീസ് ചെയ്തിരുന്നു. ഓ, അപ്പോൾ ലോകം സാമ്പത്തികമായിട്ടൊരു ചെറിയ മുന്നോട്ടുള്ള ആ കുതിപ്പിൽ ഒരു ചെറിയൊരു കിതപ്പ് അനുഭവപ്പെടുന്ന ഒരു കൊല്ലമാണ് 25-26. പക്ഷേ അവിടെ ലോക സാമ്പത്തിക വളർച്ചാ നിരക്കിനെ തന്നെ താങ്ങി നിർത്തുന്നത് ഇന്ത്യയുടെ ദ്രുത വളർച്ചയായിരിക്കുമെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ ഒരു നിഗമനം. അത് ശരി. അതായത് പക്ഷെ ഇന്ത്യയുടെയും വളർച്ച ഇതിന് തൊട്ട് മുമ്പ് വർഷത്തേക്കാൾ അപേക്ഷിച്ച് താഴോട്ട് വരാനാണ് സാധ്യത. പക്ഷെ എങ്കിലും ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും മികച്ച സാമ്പത്തിക വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തുന്നത് ഇന്ത്യ ആയിരിക്കും എന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ സൂചന. 6.6% GDP ഗ്രോത്ത് റേറ്റ് ആയിരിക്കും, സാമ്പത്തിക വളർച്ചാ നിരക്കായിരിക്കും ഇന്ത്യ രേഖപ്പെടുത്തുക എന്നാണ് ഓ, ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് പ്രകാരം പറയുന്നത്. ആ, ഇതിൽ ശരിക്കും ഇന്ത്യയും ചൈനയും നല്ല രീതിയിൽ തന്നെ സാമ്പത്തിക വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ചൈന 4.8% ചൈനയുടെ വളർച്ചാ നിരക്ക്, ഇന്ത്യയുടേത് 6.6. ആ. ഇന്ത്യയുടെ വളർച്ചാ നിരക്കായിരിക്കും യഥാർത്ഥത്തിൽ ദക്ഷിണേഷ്യയെ തന്നെ ലോകത്തിലെ ഏറ്റവും സാമ്പത്തിക വളർച്ചയുള്ള ഒരു പ്രദേശമായി നിലനിർത്തുന്നത്. നമുക്കറിയാം, പാകിസ്ഥാനും ശ്രീലങ്കയും ഒക്കെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. അവർ പതുക്കെ അതിൽ നിന്നും മുന്നോട്ട് വരാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. കുറച്ചൊക്കെ അവർ വിജയിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഇന്ത്യ എന്ന ഈ മഹാരാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചാ നിരക്കായിരിക്കും ലോകത്തിനെ തന്നെ താങ്ങി നിർത്തുന്നത് എന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ അല്ലെങ്കിൽ ഈ പ്രവചനം പറയുന്നത്. ഇതിൽ ഇന്ത്യയുടെ പരമ്പരാഗത, ഞാൻ ഇതിനോട് ചേർത്ത് വായിക്കുന്നത്, ബാങ്ക് ഓഫ് ബറോഡ ഈ അടുത്ത ദിവസങ്ങളിലെ ഒരു പഠന റിപ്പോർട്ട് പുറത്തുവിട്ടു. ബാങ്ക് ഓഫ് ബറോഡയുടെ പഠന റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ പരമ്പരാഗത കയറ്റുമതി മേഖലകളായിട്ടുള്ള പെട്രോളിയം വാല്യൂ ആഡഡ് പ്രോഡക്ട്സ്, അതുപോലെ തന്നെ ജുവലറി സെക്ടർ, ഇത് രണ്ടും ഒരു അല്പം തളർച്ച നേരിടുന്ന ഒരു വർഷമാണ് ഈ വരാൻ പോകുന്നത്. ഈ കഴിഞ്ഞ വർഷവും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. കാരണം യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ, പ്രത്യേകിച്ച് യൂറോപ്പിലെ ഉപഭോഗം കുറവാണ്. അത് പ്രത്യേകിച്ച് ഈ യുക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയ ഒരുപാട് ഘടകങ്ങൾ കാരണം യൂറോപ്പിന്റെ സാമ്പത്തിക വളർച്ച വളരെ മെല്ലെയാണ്. ജർമ്മനിയൊക്കെ കഴിഞ്ഞ കുറച്ച് കൊല്ലമായിട്ട് വളരുന്നില്ലായിരുന്നു. പിന്നീട് വളരെ ചെറിയ, അതായത് 0.5-നും 0-ക്കും ഇടയ്ക്കുള്ള വളർച്ചാ നിരക്കായിരുന്നു ജർമ്മനി കഴിഞ്ഞ വർഷങ്ങളായിട്ട്. എന്തായാലും യൂറോപ്പ് പൊതുവെ 1% താഴെയുള്ള വളർച്ചാ നിരക്കാ പല യൂറോപ്യൻ രാജ്യങ്ങളിലും രേഖപ്പെടുത്തിയിരുന്നത്. അപ്പോൾ അത് കാരണം ഈ ഇന്ത്യയിൽ നിന്നുള്ള വാല്യൂ ആഡഡ്, ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്ത് അതിനെ പെട്രോള്, ഡീസൽ തുടങ്ങിയ റിഫൈൻഡ് പ്രോഡക്ട്സ് ആക്കി മാറ്റിയാണ് യൂറോപ്പിലേക്കും ഈവൻ ഗൾഫിലേക്ക് തന്നെ ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നുണ്ട്. അവിടുന്ന് നമ്മൾ പെട്രോളിയം ക്രൂഡ് ഓയിൽ വാങ്ങിച്ചിട്ട് നമ്മുടെ റിഫൈനറികളിൽ റിഫൈൻ ചെയ്തിട്ട് നമ്മൾ പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുകയാണ്. ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകത്തിലെ ഏറ്റവും വലിയ റിഫൈനറി എന്നുള്ളത് ഇന്ത്യയിലാണ്. അത് ജാംനഗറിലെ അംബാനിയുടെ റിഫൈനറിയാണ്, റിലയൻസിന്റെ റിഫൈനറിയാണ്. അപ്പോൾ പക്ഷെ ഈ രണ്ട് ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ ഒരു വളർച്ചയ്ക്ക് ഒരു ചെറിയ ഇടിവുണ്ട്. അത് കാരണം എന്ന് വെച്ചാൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപഭോഗത്തിന്റെ കുറവാണ്. പക്ഷെ അതിനെ ഇന്ത്യ മറികടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഗുഡ്സ്, ഈ രണ്ട് തരത്തിലുള്ള ഗുഡ്സ്, അതായത് ഉൽപ്പന്നങ്ങളാണ് ഇപ്പൊ ഇന്ത്യക്ക് നേട്ടം ഉണ്ടാക്കി തരുന്നത്. ചോദിച്ചോളൂ, എന്താണ് ചോദിക്കാൻ? ഞാൻ ഇലക്ട്രോണിക്സിന്റെ കാര്യം അങ്ങ് പറഞ്ഞല്ലോ. ഈ ചിപ്പ് ഇൻഡസ്ട്രിയിൽ നമ്മൾ വലിയ ഒരു കാൽവയ്പ് നടത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലോകം മുഴുവനും അത് ഉറ്റുനോക്കുന്നുണ്ട്. ചൈന കഴിഞ്ഞാൽ ഈ ചിപ്പ് നിർമ്മാണത്തിൽ ഇന്ത്യ വലിയ നേട്ടം കൈവരിക്കുമെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് എന്തെങ്കിലും പരാമർശങ്ങളോ അത്തരത്തിലുള്ള എന്തെങ്കിലും വിവരങ്ങളോ ഇതിലുണ്ടോ? ഇല്ല, അത് ഇന്ത്യയിൽ ഓൾറെഡി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സെമി കണ്ടക്ടർ ചിപ്പ് മാനുഫാക്ചറേഴ്സ്, ഉൽപാദകരായിട്ടുള്ള
ആ, പിന്നെ തൈവാനീസ് കമ്പനികളാണ്, PSMC എന്നൊക്കെ പറയുന്ന തൈവാനീസ് ഉവ്വ് കമ്പനികളാണ്. അവര് ഉവ്വ് ഓൾറെഡി ഇന്ത്യയിലെ മുതൽ മുടക്കി കഴിഞ്ഞു. അതായത് അവർ ഗുജറാത്തില് അവർ മുതൽ മുടക്കുന്നുണ്ട്, അതുപോലെ ടാറ്റയുമായിട്ട് ചേർന്നിട്ട്. ആ അതുപോലെ ആസാമിൽ വലിയ പ്ലാൻ വരുന്നുണ്ട്. ആ തമിഴ്നാട്ടിലും കർണാടകത്തിലും പ്ലാന്റ് വരാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് ആ ഫൗണ്ടറീസ് വരുന്നുണ്ട്, ഡിസൈൻ ചെയ്യുന്ന ചിപ്പ് ഡിസൈനിങ് സ്ഥാപനങ്ങൾ വരുന്നുണ്ട്. ഓ അങ്ങനെ പല രീതിയിൽ വരുന്നുണ്ട്. പക്ഷെ അവയൊന്നും ആ തന്നെ ഉൽപാദനം ഈ പറയുന്ന ഉടൻ തന്നെ തുടങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഇലക്ട്രോണിക്സ് എന്ന് ഞാൻ പറഞ്ഞത്, ഒന്ന് മൊബൈൽ ആ ഫോണുകളുടെ കയറ്റുമതിയിൽ ഇന്ത്യ ഇപ്പോൾ വലിയ മുന്നേറ്റം നടത്തിയിരിക്കുകയാണ്. ഉവ്വ് മാത്രമല്ല, ഈ അടുത്ത സമയത്ത് ലാപ്ടോപ്പ് ഹാർഡ്വെയർ ഇന്ത്യയിൽ പിന്നെ നിർമ്മാണം തുടങ്ങിയിരിക്കുകയാണ്, ലാപ്ടോപ്പുകൾ. ആ ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു ഇന്നലെയോ മിനിഞ്ഞാന്നോ തമിഴ്നാട്ടിലെ സ്പെഷ്യൽ എക്കണോമിക് സോണിൽ കേന്ദ്ര ഇലക്ട്രോണിക്സ് മന്ത്രി അശ്വിനി വൈഷ്ണവ് ആ, തെയ്വാനിലെ ഒരു വലിയ ലാപ്ടോപ്പ് മാനുഫാക്ചറുടെ അസംബ്ലിംഗ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു. ഈ ആ അസംബ്ലിംഗ് യൂണിറ്റ് എന്ന് പറയുമ്പം തെറ്റിദ്ധരിക്കണ്ട, അതിലെ പല കോമ്പണന്റും ഇന്ത്യയിൽ നിന്ന് തന്നെ ആയിരിക്കും അവർ സോഴ്സ് ചെയ്യുന്നത്. ഓ അല്ലാതെ മുഴുവൻ സാധനങ്ങളും കോമ്പണൻസും പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ അസംബിൾ ചെയ്യുന്നു എന്നല്ല. ആ ഒരു അതായത് ഇവിടെ വലിയ തന്നെ ശതമാനം നിർമ്മിച്ച് ഇവിടെ തന്നെ കോമ്പണൻസും നിർമ്മിച്ച് ഇവിടെ തന്നെ ഘടകങ്ങളും ആ തീർച്ചയായിട്ടും അത് തന്നെ ഇന്ത്യയിൽ നിന്ന് തന്നെ സോഴ്സ് ചെയ്യാനാണ് അവർ പദ്ധതി ഇട്ടിരിക്കുന്നത്. ആ അപ്പോൾ തുടക്കത്തിൽ ഒരു വർഷം, ആദ്യത്തെ വർഷം 1 ലക്ഷം ലാപ്ടോപ്പുകൾ നിർമ്മിക്കാനാണ്. പക്ഷെ അതിനടുത്ത വർഷം അത് 10 ലക്ഷമായി ഉയരും. ആ അപ്പോൾ ഇന്ത്യ ലാപ്ടോപ്പ് അസംബ്ലി, അതുപോലെ ലാപ്ടോപ്പിന്റെ കോമ്പണൻസ്, കമ്പ്യൂട്ടറിന്റെ കോമ്പണൻസ് നിർമ്മാണ മേഖലയിലേക്കൂടെ പ്രവർത്തനം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യ മൊബൈൽ എക്സ്പോർട്ടിങ്ങിൽ ഇപ്പോൾ തന്നെ ഒരു വലിയ മുന്നേറ്റം നടത്തിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഇന്ത്യ ഏതാണ്ട് $20 ബില്യൺ മൂല്യം വരുന്ന മൊബൈൽ ഫോണുകൾ ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ ആ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഉവ്വ് അപ്പോ നമ്മുടെ രാജ്യം ഇലക്ട്രോണിക്സ് മേഖലകളിൽ എഞ്ചിനീയറിംഗ് ഗുഡ്സ് തുടങ്ങിയ മേഖലകളിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്യുകയാണ്. പരമ്പരാഗതമായിട്ടുള്ള ഗാർമെന്റ്സ്, പിന്നെ അതുപോലെ തന്നെ പെട്രോളിയം പ്രോഡക്ട്സ് രത്ന സ്വർണ്ണ, ഈ ഇതിൽ നിന്നൊക്കെ ഡൈവേഴ്സിഫൈ ചെയ്ത് അടുത്ത മേഖലകളിലേക്ക് ഇന്ത്യ കയറി തുടങ്ങിയിരിക്കുന്നു. അത് അതാണ് ഇന്ത്യയെ പലപ്പോഴും ഈ വളർച്ചാ നിരക്ക് താഴോട്ട് പോകാതെ പിടിച്ചു നിർത്താൻ ഇന്ത്യ സഹായിക്കുന്നതെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെയും അതുപോലെ ബാങ്ക് ഓഫ് ബറോഡയുടെയും ഉൾപ്പെടെയുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ചോദിച്ചോളൂ. ചേട്ടാ ഇക്കാര്യത്തിൽ ഈ വളർച്ചാ നിരക്ക് ഇങ്ങനെ നമ്മളൊരു സ്റ്റഡി ആയിട്ട് ഇപ്പോൾ ഏതാണ്ട് കൃത്യമായ ഒരു ഇൻക്രീസ് ഒരു വർധന അതിൽ വരുന്നുണ്ട്. ഇത് നമ്മുടെ രാജ്യത്തെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ഒരു പരിധിവരെ സഹായിക്കില്ലേ? നമ്മുടെ ഈ സാമ്പത്തിക സ്ഥിതി അതിനെ സുസ്ഥിരമാക്കാൻ, അതുപോലെ നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനത്തെ ത്വരിതപ്പെടുത്താൻ ഒക്കെ ഈ സാമ്പത്തിക വളർച്ചാ നിരക്ക് സഹായിക്കില്ലേ? തീർച്ചയായിട്ടും സാമ്പത്തിക വളർച്ചാ നിരക്ക് ഇതിനൊക്കെ സഹായിക്കണം. പക്ഷെ തൊഴിലില്ലായ്മ ഇന്ത്യയിൽ ഇപ്പോഴും വലിയ രീതിയിൽ തന്നെ ഉണ്ട്. അതില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. ഇപ്പൊ ദാരിദ്ര്യം, നമ്മൾ 2 ദിവസം മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഉവ്വ് റൂറൽ ഈ പോവർട്ടി ദരിദ്ര എത്രമാത്രം ഇന്ത്യയിൽ കുറഞ്ഞു എന്നുള്ളത്. അതെ ആ ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ തൊഴിലില്ലായ്മ ആ, പിന്നെ പൂർണ്ണമായിട്ടും ഇല്ലാതാവണമെങ്കിൽ മാനുഫാക്ചറിങ് മേഖലയുടെ വികസനം ത്വരിതപ്പെടണം. ഇതുവരെ സർവീസ് മേഖലയായിരുന്നു നമ്മുടെ വളർച്ചയെ സഹായിച്ചിരുന്നത്. അതെ കാർഷിക പിന്നെ സർവീസ് മേഖലകളോടൊപ്പം, അല്ലെങ്കിൽ അതിനേക്കാളും ഉൽപാദന മേഖല, ആ മാനുഫാക്ചറിങ് സെക്ടർ വളർച്ച വർദ്ധിക്കണം. അതിനാണ് സർക്കാരിലെ പ്രോഫിറ്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ്സ്, PLI സ്കീമുകൾ, അതുപോലെ തന്നെ ഈ പറയുന്ന സെമി കണ്ടക്ടർ മേഖലയിലൊക്കെ ആ നിക്ഷേപം നടത്തുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഏതാണ്ട് എത്ര നിക്ഷേപിക്കുന്നു അതിന്റെ 50% കേന്ദ്ര സർക്കാർ സബ്സിഡി കൊടുക്കും. വലിയ ആ തുകയാണ് സബ്സിഡിക്കായിട്ട് നീക്കി വെച്ചിരിക്കുന്നത്. ഓ ലോകത്ത് അതാണ്. സെമി കണ്ടക്ടർ പോലുള്ള വ്യവസായങ്ങൾ ഇവിടെ വന്നെങ്കിൽ മാത്രമേ ഇലക്ട്രോണിക്സ് വ്യവസായത്തിന്റെ വളർച്ച അല്ലെങ്കിൽ വികസനം പൂർണ്ണമാകും. ഓ അപ്പോ കോമ്പണൻസ് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന കാര്യത്തിൽ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞു. എന്തിനാണ് നമ്മൾ ഇപ്പോൾ പിന്നെ അതുപോലെ ഡിഫൻസ് മേഖലയിൽ, പ്രതിരോധ മേഖലയിൽ ആ കയറ്റുമതി നല്ല രീതിയിൽ ഇപ്പൊ നടത്തുന്നുണ്ട്. ഇന്ത്യയുടെ ഉവ്വ് ബ്രഹ്മോസ് മിസൈൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇന്തോനേഷ്യ ചർച്ചകൾ നടത്തുകയാണ്. പിന്നെ ഇപ്പോൾ ഉവ്വ് തന്നെ ഫിലിപ്പൈൻസ് അത് വാങ്ങിച്ചു കഴിഞ്ഞു. അതെ ലോകത്തെ നിരവധി രാജ്യങ്ങൾ ബ്രഹ്മോസ് വാങ്ങിക്കാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ട്. അത് ആ മാത്രമല്ല, ഇപ്പൊ നമ്മള് അസർബൈജാൻ അർമീനിയ യുദ്ധം ഉണ്ടായതിനു ശേഷം അർമീനിയ അവരുടെ മുഴുവൻ ഉൽപ്പന്നങ്ങളും ഇന്ത്യയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പിന്നെ അർമീനിയയിലേക്ക് ഇന്ത്യ കയറ്റി അയച്ചിരിക്കുന്നത്
ശരിക്കും പിന്നെ ആകാശ് മിസൈൽ സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചർ ഉണ്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇന്ത്യ കയറ്റി വെച്ചിരിക്കുകയാണ്. ഉവ്വ്. അത് ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ത്യയുടെ കയറ്റുമതി ഇപ്പോൾ വൈവിധ്യവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. അത് വലിയൊരു നേട്ടം തന്നെയാണ്. അപ്പോൾ ഇന്ത്യ ഏതായാലും ഈ 25-26 ഇന്ത്യ വളർച്ച ഒരല്പം താഴോട്ട് പോകും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച്. കഴിഞ്ഞ വർഷം 7.5% ഉണ്ടായിരുന്നു. അത് 6.6 കുറയും. പക്ഷെ എങ്കിലും ലോകത്തിലെ തന്നെ ഏറ്റവും മുന്തിയ വളർച്ച രേഖപ്പെടുത്തുന്ന രാഷ്ട്രമായി ഇന്ത്യ തുടരും. ഇതാണ് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് പറയുന്നത്. എന്തായാലും വലിയ സാമ്പത്തിക പ്രതിസന്ധി ലോകത്ത് ഉണ്ടായപ്പോൾ പോലും പിടിച്ചു നിന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് നമ്മുടേത്. അത് നമ്മുടെ രാജ്യത്തെ ജനങ്ങളും നമ്മുടെ പരമ്പരാഗതമായ വ്യവസായങ്ങളും അതിനു വേണ്ടുന്ന സർക്കാർ നയങ്ങളും ഒക്കെ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഇനിയും അത്തരത്തിൽ നമുക്ക് മുന്നോട്ട് പോകണം. ഒപ്പം ഈ പറഞ്ഞതുപോലെ ഈ വ്യവസായ നയത്തിൽ വരുത്തിയിരിക്കുന്ന മാറ്റം, ഉൽപ്പാദന രംഗത്തെ വളർച്ച, അതൊക്കെ നമ്മളെ സഹായിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ഐക്യരാഷ്ട്രസഭയുടെ ഈ റിപ്പോർട്ട് നമുക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നു, നമ്മുടെ സർക്കാരിന് കൂടുതൽ കരുത്ത് പകരുന്നു. ആത്മനിർഭർ ഭാരത് അത് എത്രയും പെട്ടെന്ന് സമ്പൂർണമായ തോതിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ട് നമുക്ക് ലോകത്തെ ഒന്നാമത്തെ ഒരു സാമ്പത്തിക ശക്തിയായിട്ട് മാറാൻ കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ നമുക്കെല്ലാവർക്കും ഒത്തുചേർന്ന് ആശംസിക്കാം. നന്ദി.